സോഷ്യൽ മീഡിയയിൽ കുറേയധികം പേർക്ക് അറിയാവുന്ന ഒരു കപ്പിളാണ് ടി ഫാമിലി എന്ന് പറയുന്നത്. ഇവർ മെയിനായിട്ട് ഫേമസ് ആവാനുള്ള കാരണം ഇവർ രണ്ടുപേരെ പ്രായപരിധി, അതായത് ഇവർ കല്യാണം കഴിച്ചപ്പോൾ ഉള്ള ഇവരെ പ്രായം തമ്മിലുള്ള ഡിഫറൻസ് ആണ് മെയിനായിട്ടുള്ളൊരു കാര്യം. ഇതുകൊണ്ട് തന്നെ കുറേയധികം നെഗറ്റീവായിട്ടുള്ള എന്താ പറയുക, കുറേ കമൻസും കാര്യങ്ങളൊക്കെ ഇവർക്ക് കിട്ടാറുണ്ട് ഇവർ വീഡിയോസിലൊക്കെ. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഈ ഒരു ഷെമി എന്ത് ചെയ്യുന്നത്, രണ്ടാമത് പ്രഗ്നൻ്റ് ആവുന്ന ആ ഒരു സമയത്ത് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. കഴിഞ്ഞ മാസം ഉണ്ടെങ്കിൽ ഒരു പ്രസവ ടൈമായിരുന്നു, പക്ഷേ നിർഭാഗ്യവശാൽ ആ ഒരു ജനിച്ചപ്പോൾ തന്നെ കുട്ടി മരിക്കുകയാണ് ചെയ്തത്. അതിനെക്കുറിച്ച് കാര്യങ്ങളൊക്കെ ആ ഒരു വീഡിയോ ആയിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം ആ ഒരു സമയമൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇപ്പോൾ പെരുന്നാളൊക്കെ വന്നിരുന്നായിരുന്നു. ആ ഒരു സമയത്ത് അവർ ആഘോഷവും അതിൻ്റെയൊക്കെ എന്ത് ചെയ്യുന്നു, ചെറിയ രീതിയിൽ ആഘോഷം പോലെയൊക്കെ നടന്നിരുന്നു. ഈ ഒരു വീഡിയോയുടെ താഴെയാണ് കുറേയധികം പേര് വന്ന് കമൻറ്റ്സ് നെഗറ്റീവായിട്ട് ഇടാൻ തുടങ്ങിയത്. കുട്ടി മരിച്ചതല്ലേ ഉള്ളൂ, ഇപ്പോഴാണോ ഉടനെ തന്നെ ആഘോഷിക്കുന്നു, അങ്ങനാണോ ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് കുറേയധികം നെഗറ്റീവ് കമൻറ്റ്സ് അതിനകത്ത് വരുന്നത് കണ്ടു. എനിക്ക് തോന്നിയ ഒരു കാര്യം, പിന്നെന്തോ അവർ ദുഃഖിച്ച് അങ്ങനെ തന്നെ ഇരിക്കണോ? ആ ഒരു കുട്ടി നഷ്ടപ്പെട്ടു, അതിൽ വിഷമം കാണാം. ബാക്കിയുള്ളവരെക്കാൾ അവർക്കായിരിക്കും വിഷമം, കാരണം അവരെ കുട്ടിയാണ് എന്ന് പറഞ്ഞ് സദാസമയം അതിനെ ആ ഒരു കുട്ടിയെ ഓർത്ത് അങ്ങനെ അങ്ങ് വിഷമിച്ചിരിക്കണം. വേറെ ഒരു കാര്യം ചെയ്തുകൂടെ? അവർക്ക് പെരുന്നാളോ വല്ലതും വരുമ്പോഴത്തേനും അവർക്ക് ആഘോഷിച്ചുകൂടെ? അങ്ങനെ വല്ല പ്രശ്നമുണ്ടോ? എനിക്ക് അറിയാൻ പറ്റുന്നില്ല. ഈ ഒരു സമയത്ത് സന്തോഷമായിട്ടിരിക്കാനാണ് മാക്സിമം നോക്കേണ്ടത്, അല്ലാതെ അതിനെപ്പറ്റി ചിന്തിച്ചിങ്ങനെ ആരോഗ്യസ്ഥിതിയൊക്കെ മോശമാക്കുന്നത് ഒരിക്കലും ശരിയായിട്ടുള്ളൊരു കാര്യമല്ല. ഒന്നാമത് ഇവർക്കെതിരെ ഭയങ്കരമായിട്ട് നെഗറ്റീവ് ഒക്കെ ഉള്ളത്, കാരണം അവർ ആ ഒരു പ്രായപരിധി ഇതുകൊണ്ട് തന്നെ. അതിൻ്റെ കൂടെ ഇങ്ങനത്തെ വരുമ്പോഴത്തേനും ഒരു ചാൻസ് കിട്ടുമ്പോൾ മാക്സിമം ആൾക്കാർ എന്ത് ചെയ്ത് മുതലെടുക്കാനാണ് ശ്രമിക്കുന്നത്. ഭയങ്കരമായിട്ട് നെഗറ്റീവ് കമൻസും കാര്യങ്ങളൊക്കെ ഇടാൻ ശ്രമിക്കാറുണ്ട്. നിങ്ങൾക്ക് എന്താ പറയുക സഹായിക്കാനോ അല്ലെങ്കിൽ അവരെ സന്തോഷിപ്പിക്കാനോ ഒന്നും പറ്റുന്നില്ലെങ്കിൽ മാക്സിമം അവരെ ഉപദ്രവിക്കാതിരിക്കുക. അതാണ് മെയിനായിട്ട് ചെയ്യേണ്ടത്. അത് പലരും ചെയ്യുന്നില്ല. ഇനിയെങ്കിലും എൻ്റെ വീഡിയോ കാണുന്ന ആരെങ്കിലുമൊക്കെ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ദൈവത്തെ ഓർത്ത് നിർത്തുക. അവരെ അവരുടെ പാട്ടിന് വിടുക. നിങ്ങൾക്ക് ചിലപ്പോൾ ഇഷ്ടമല്ലെങ്കിൽ അവരുടെ പാട്ട് വിട്ടിട്ട് നിങ്ങൾ പോവുക, വീഡിയോ കാണണ്ട. അങ്ങനെയെങ്കിലും ചെയ്യാമല്ലോ. ഇത് ചിലവരുണ്ടെങ്കിൽ വീഡിയോ കാണുകയും ചെയ്യുക, എന്നിട്ട് അതിൽ പോയിരുന്ന് കമൻ്റ് അടിക്കുകയും ചെയ്യും. നിങ്ങൾക്ക് അവരെ ഇഷ്ടമല്ലെങ്കിൽ വീഡിയോ കണ്ടായിരുന്നാൽ പോരെ. അങ്ങനെ പറഞ്ഞാലൊന്നും അവർ വീഡിയോ കാണും, എന്നിട്ട് കുറ്റവും പറയും. അങ്ങനത്തെ കുറേ പേരാണ് സോഷ്യൽ മീഡിയയിലൊക്കെ ഉള്ളത്. എന്നിരുന്നാലും അവരെ ഒരു ടൈം അവർക്ക് ചെറുതായിട്ട് ഈ ഒരു സമയത്ത് ഇതിൽ നിന്ന് അവർ കോൺസെൻട്രേറ്റ് അല്ലെങ്കിൽ ഇതിനെപ്പറ്റി ഒന്ന് ആലോചിക്കാതിരിക്കാൻ വേണ്ടി അവർ നടത്തുന്ന ശ്രമങ്ങളും കാര്യങ്ങളൊക്കെ. അപ്പോൾ അത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നുണ്ടെങ്കിൽ അത് കാണാതെ പോവുക എന്നുള്ളതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം.